അങ്ങനെ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലെ സ്വപ്നതുല്യമായ യാത്ര ഹോട്ട് എയർ ബലൂൺ ചെയ്യാൻ പോവുകയാണ് നമ്മളിപ്പോൾ. ലോകത്തിലെ തന്നെ ഒരേ സമയം ഏറ്റവും കൂടുതൽ ഹോട്ട് എയർ ബലൂണുകൾ പറത്തുന്ന നാടാണ് ടർക്കിയിലെ കപ്പഡോക്യ. അവിടെ ഹോട്ട് എയർ ബലൂൺ ട്രാവൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീം ആയിരുന്നു. അത് നമ്മൾ ഇന്നത്തെ അച്ചീവ് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഹോട്ട് എയർ ബലൂൺ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു ബിബ സ്റ്റോറീസ്. ടർക്കിയിലെ കപ്പഡോക്യയിലെ ഗൊറോമ എന്ന പ്ലേസിലാണ് നമ്മൾ ഈ ഹോട്ട് എയർ ബലൂണുകൾ ചെയ്യുന്നത്. ഇവിടെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹോട്ട് എയർ ബലൂണുകൾ ചെയ്യുന്നതും. നമുക്ക് പറക്കാനുള്ള ഹോട്ട് എയർ ബലൂണുകൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏർലി മോർണിംഗ് 5 മണിക്കാണ് നമ്മൾ ഇവിടെ വരേണ്ടത്. Okay, companies. Two people. Jump here. Other side. നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് കമ്പനികളുടെ ഡിഫറെൻറ്റ് ഹോട്ട് എയർ ബലൂണുകളെല്ലാം കാണാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ഹോട്ട് എയർ ബലൂൺ ചെയ്തിരിക്കുന്നത് ഡിസ്കവറി ബലൂൺസ് എന്നുള്ള കമ്പനിയിൽ നിന്നാണ്. പെർ ഹെഡിന് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് 80 പൗണ്ടാണ്. അതായത് നാട്ടിലെ 8000 രൂപയാണ് നമുക്ക് ഈ ഒരു ഹോട്ട് എയർ ബലൂൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു ഹോട്ട് എയർ ബലൂൺ ഏകദേശം 1 മണിക്കൂറിൻ്റെ മുകളിൽ നമ്മളെ ഇങ്ങനെ ഫ്ലൈ ചെയ്യിപ്പിക്കുമെന്നാണ് പറഞ്ഞത് അവർ. പിന്നെ നമുക്ക് രാവിലെ ഒരു 5 മണിയാകുമ്പോഴത്തേനും ഹോട്ടലിൽ നിന്ന് ഇവർ പിക്ക് ചെയ്യും, അതുപോലെ തന്നെ ഡ്രോപ്പും ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടെ ഒരു 6 o'clock ഒക്കെ ആകുമ്പോഴത്തേനും എത്തുന്നത്. ഈ ചെയ്തിരിക്കുന്ന ഹോട്ട് എയർ ബലൂണിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 16 പാസഞ്ചേഴ്സ് ആണ്. പിന്നെ പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് റേറ്റിലുള്ള ഹോട്ട് എയർ ബലൂണുകളെല്ലാം കാണാൻ പറ്റുന്നതാണ്. ഇവിടെ 4 പേരെയും 2 പേരെയും ഒക്കെ കൊണ്ടുപോകുന്ന ഹോട്ട് എയർ ബലൂണുകളുണ്ട്. പക്ഷേ അതിനനുസരിച്ച് റേറ്റിന് വ്യത്യാസമുണ്ട്. ഇവിടെയുള്ള മെജോറിറ്റി എല്ലാ ഹോട്ട് എയർ ബലൂണുകളുടെയും സീറ്റിംഗ് കപ്പാസിറ്റി 16 പാസഞ്ചേഴ്സ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഏകദേശം എല്ലാ ഹോട്ട് എയർ ബലൂണുകളും ഒക്കെ പറക്കാൻ വേണ്ടിയിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. Ballon is not going to be direction way, okay? Huh? No direction way, net brake, nothing. Just we have a control only up, down, and turning the clockwise, anti-clockwise. That's it. That's why sometimes flying overfly, sometimes middle of, sometimes highest fly. Just searching the new direction and then going to a different area. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ഹോട്ട് എയർ ബലൂൺ ഇതാ പതുക്കെ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ്. കാണുന്ന ബട്ടർഫ്ലൈ ബലൂൺസ് ഒക്കെയാണ് ഏറ്റവും കുറവ് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്ന ഒരു കമ്പനി. ഇവിടുത്തെ കുറവ് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ചുള്ള ഫ്ലൈയിങ് ചാർജ് കൂടുതലുമുണ്ട്.
നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്യുന്നത് ലവ് വാലിയുടെ മുകളിൽ കൂടിയാണ്. ലവ് വാലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് വാച്ച് ഇറ്റ്. White and Valley, opposite side is Old Valley, Red Valley. And then the right side is Castle, the village Göreme, over there. That side's the village Göreme, over there. Center of the Cappadocia. And then we're gonna go to Rose Valley. നമ്മളിപ്പോൾ ഫ്ലൈ ചെയ്ത് നല്ല ഉയരത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കപ്പഡോക്യ എന്ന് പറയുന്ന ഏരിയ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നതാണ്. നല്ല മഞ്ഞ് മൂടി നിൽക്കുന്ന മലനിരകളും എല്ലാമായിട്ട് നല്ല അടിപൊളിയാണ് ഇവിടുത്തെ വ്യൂ. പതുക്കെ സൺറൈസ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ബലൂണിൽ നിന്നുകൊണ്ട് തന്നെ സൺറൈസ് കാണാൻ പറ്റുന്നതാണ് ഇവിടുന്ന്. പിന്നെ കപ്പഡോക്യയിലേക്ക് എങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യാം എന്നുള്ള ഒരു ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ പിൻ ചെയ്യാം. പ്ലീസ് എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് വാച്ച് ചെയ്യുക. Yes, 800 meters. Wow. The animal fertilizer and then using the down there the garden. It's like an organic farm. But many years ago because now no dirt. And now you can see the perfect view for Uçhisar Castle. These people still living there. Yes. There is only one company. ഇങ്ങനെ ഓരോരോ ബലൂണുകളെല്ലാം പറന്നു വരുന്നതും എല്ലാം കണ്ടിരിക്കുന്നത് വളരെ അതിഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമാണ്. എന്തായാലും ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ ഹോട്ട് എയർ ബലൂൺ എന്ന് പറയുന്നത്. Pigeon house അല്ലേ?
ആൾക്കാർ താമസിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, ഇതിലൊന്നും ആൾക്കാരില്ല. നമ്മൾ ഈ ഒരു ഹോട്ട് എയർ ബലൂൺ ട്രിപ്പ് ബുക്ക് ചെയ്തത് ഓൺലൈനിൽ നിന്നാണ്. ഓൺലൈനിൽ നമുക്ക് നിരവധി കമ്പനികളെല്ലാം കാണാൻ പറ്റും. ആ കമ്പനികളുടെ എല്ലാ റിവ്യൂ എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ ഒരു ഹോട്ട് എയർ ബലൂൺ ട്രിപ്പ് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇവർ പിക്ക് ചെയ്യുന്നുണ്ടോ, ഡ്രോപ്പ് ചെയ്യുന്നുണ്ടോ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് തരുന്നുണ്ടോ, അതുപോലെ പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷാമ്പയിൻ പാർട്ടിയും പിന്നെ പ്ലസ് ഇവർ ഒരു സർട്ടിഫിക്കറ്റ് തരുന്ന ഒരു സംഭവമുണ്ട്. ഇതെല്ലാം നമ്മൾ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ബുക്ക് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഓൺലൈനിൽ വളരെ ചീപ്പായിട്ടൊക്കെ കിടക്കുന്നത് കാണാം. പക്ഷേ ഈ അങ്ങനെയുള്ള സംഭവങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പോൾ പിക്ക് ചെയ്യുന്നുണ്ടാവില്ല, ഡ്രോപ്പ് ചെയ്യുന്നുണ്ടാവില്ല, പിന്നെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുണ്ടാവില്ല. പിന്നെ ചില ഹോട്ട് എയർ ബലൂണുകൾ ചില ഒരു 30 മിനിറ്റ്സോ അങ്ങനെ കുറച്ച് സമയം മാത്രം പറക്കുന്ന ഹോട്ട് എയർ ബലൂണുകളുണ്ട്. അതുകൊണ്ട് എന്തായാണേലും ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവരുടെ റിവ്യൂ നോക്കണം. നമ്മൾ ഇപ്പോൾ ഈ ഹോട്ട് എയർ ബലൂൺ ബുക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കവറി ബലൂൺ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ്. ഇവർ നല്ല അടിപൊളി സർവീസാണ്. നിങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് നല്ല റിവ്യൂ നോക്കിയിട്ട് മാത്രമേ ബുക്ക് ചെയ്യാവുള്ളൂ. പിന്നെ ഹോട്ട് എയർ ബലൂൺ ട്രിപ്പ് നടത്തുക എന്ന് പറയുന്നത് ഒരു ലക്കി ഫാക്ടർ കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിൻഡിനനുസരിച്ചിട്ടാണ് ഇവർ ഫ്ലൈ ചെയ്യുകയുള്ളൂ. വിൻഡിൻ്റെ സ്പീഡ് 20 മൈൽ/ഹവറിന് താഴെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവർ അന്ന് ഫ്ലൈ ചെയ്യുകയുള്ളൂ. സോ നിങ്ങൾ ഹോട്ട് എയർ ബലൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്തായാലും വെതർ നോക്കിയിരിക്കണം. ഇൻ കേസ് ഫ്ലൈ ചെയ്യുന്നത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഇവർ നെക്സ്റ്റ് ഡേക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു അവസരം തരുന്നതാണ്. പിന്നെ അങ്ങനെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അവർ റീഫണ്ട് തരുന്നതാണ് നമുക്ക്. No need position, relax, okay? Yes, no need position. നമ്മുടെ അതിഗംഭീരമായി മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൈയിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പതുക്കെ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. കാണുന്ന വണ്ടിയുടെ പുറകിൽ വെച്ചിരിക്കുന്ന ആ ഒരു സ്പേസിലോട്ടായിരിക്കും നമ്മൾ ലാൻഡ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇറങ്ങുന്ന ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് ഇവർക്ക് യാതൊരു സൂചനയും ഉണ്ടാവില്ല. കാരണം വിൻഡിനനുസരിച്ചായിരിക്കും ഇവർ ലാൻഡ് ചെയ്യുന്ന പൊസിഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർ കോൾ ചെയ്തിട്ടാണ് ഇവർ വണ്ടി ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. Super landing. Yay! അങ്ങനെ നമ്മൾ ഫ്ലൈ ചെയ്ത ബലൂൺ സക്സസ്ഫുൾ ആയിട്ട് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു എംപ്ലോയി അതിൻ്റെ കണക്ഷനൊക്കെ വിടിപ്പിക്കാനുള്ള പണി തുടങ്ങിയിരിക്കുന്നുണ്ട് ഓൾറെഡി. Instagram'la giriliyor senin Instagram'a. Giriliyor mu? Facebook'ta ben öyle bir şey അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ പറന്നുകൊണ്ടിരുന്ന ഒരു ബലൂൺ കൂടി ലാൻഡ് ചെയ്യുകയാണ്. ഏകദേശം എല്ലാ ബലൂണുകളും ഇപ്പോൾ ലാൻഡ് ചെയ്യുന്ന ടൈം ആയിക്കൊണ്ടിരിക്കുന്നതാണ്. Oh. I give some little information about the balloon. Bye bye. Our direction only burner for up, and then we have a 4 roofs. This is for full open, red roof.
And then we have white and red roof. If we are up, sometimes we use the down for down. And we have 2 more roofs. This is turn only of the baskets for this right side or left side. And then our gas is propane gas. We use that for 1 hour flight, 5 gas. And also every morning will we fly 160 or 180 balloon in Cappadocia. And then only fly morning time because morning time weather is so nice weather. After the morning coming time we can turbulence. This is dangerous for balloon. So you're done for the day? Only morning time. Only one morning day. time? Yeah, 1 balloon fly is only 1 day, morning time. Morning time, soft weather for this. And then also, sometimes we have cancel. If 20 kilometers windy oluyor, kafamıza geçti. Be careful, this is dangerous. This is dangerous, don't touch, okay? This is no alcohol. No wine. So come close to the table. We'll fly safety landing after the celebration. We have an orange juice and champagne. Look like mimosa. Everybody wanna drink champagne? Yeah. This is no alcohol. Very nice. We have a bottle of champagne. That one is blackberry champagne, non-alcohol. And thank you for the tip. Tip is our crew. If you again they are happy. Tip is not for me. Thank you. Congratulations again. Rezina alem kazı. Congratulations. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള ഫ്ലൈയിങ് ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി നമ്മൾ ബലൂണിനോട് ബൈ ബൈ പറയാൻ പോവുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.